ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ഫസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് കണ്ണൂർ എയർപോർട്ട് സ്പെഷ്യാലിറ്റീസ്, കണ്ണൂർ വിമാനത്താവളത്തിലെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്ക് സമീപം മൂർക്കൻപറമ്പിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് 76 മീറ്ററാണ്, അതായത് 249 അടിയാണ് ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത്. ഈ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചത് 2018 ഡിസംബർ 9-നാണ് ഈ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചത്. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1997-ലാണ് അന്നത്തെ വ്യോമയാന മന്ത്രിയായിരുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രിയായിരുന്ന ഇബ്രാഹിമാണ് ഈ ഒരു വിമാനത്താവളത്തിന്, അല്ലെങ്കിൽ ഈ ഒരു വിമാനത്താവളം സ്ഥാപിക്കുവാനായിട്ടുള്ള പിന്തുണ ആദ്യം അറിയിച്ചത്. ഈ അന്നത്തെ വ്യോമയാന മന്ത്രി, കേന്ദ്രത്തിലെ അന്നത്തെ വ്യോമയാന മന്ത്രിയായിരുന്ന ഇബ്രാഹിമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇതിനെ അവതരിപ്പിച്ചതിനെ തുടർന്ന് പിന്നീട് തൊട്ടടുത്ത വർഷം 1998 സംസ്ഥാന സർക്കാർ ഈ വിമാനത്താവളത്തിന് അനുമതി നൽകി. പിന്നീട് 2008-ലാണ് ഇതിൻ്റെ സ്ഥലങ്ങൾ കണ്ടെത്തുന്നത്. അതായത് 2008 ആദ്യം മട്ടായിപ്പാറ എന്നൊരു സ്ഥലമായിരുന്നു കണ്ടെത്തിയതെങ്കിലും ആ സ്ഥലത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് മൂർക്കൻപറമ്പ് സെലക്ട് ചെയ്യുകയായിരുന്നു 2008. പിന്നീട് 2010 VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തറക്കല്ലിടുകയായിരുന്നു 2010. പിന്നീട് 2014 നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 2014 ഫെബ്രുവരിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 2016-ലാണ് ഇവിടെ ഒരു പരീക്ഷണ പറത്തൽ, IAF ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനം ഇവിടെ ലാൻഡ് ചെയ്യുന്നു. ഒരു പരീക്ഷണ പറത്തൽ നടത്തി 2016. പിന്നീട് 2018 ഡിസംബർ 9-ന് പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടന ദിവസം തന്നെ, പ്രവർത്തനം ആരംഭിച്ച ദിവസം തന്നെ അബുദാബിയിലേക്ക് ആദ്യ വിമാനം പറക്കുകയാണ്. അബുദാബിയിലേക്ക് ആദ്യ വിമാനം പറക്കുകയാണ് 2018 ഡിസംബർ 9-ന്. പ്രവർത്തനം ആരംഭിച്ച 9 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം 1 ദശലക്ഷത്തിലധികം ആളുകൾക്ക് സേവനം നൽകിയെന്നാണ് പറയുന്നത്. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അത് 2 ദശലക്ഷം ആയി. രണ്ട് വർഷങ്ങളായപ്പോഴേക്കും പിന്നീട് 2 ദശലക്ഷം യാത്രക്കാർക്ക് ഇവിടെ സേവനം നൽകിയെന്നാണ് പറയുന്നത്. അങ്ങനെ കണ്ണൂർ വിമാനത്താവളം നല്ല രീതിയിൽ മുന്നോട്ട് കുതിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ഏകദേശം 26.2 കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്നും ഏകദേശം 26.4 കിലോമീറ്ററും മട്ടന്നൂരിൽ നിന്നും ഏകദേശം 5.4 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. മട്ടന്നൂരിനടുത്ത് മൂർക്കൻപറമ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.